ഹലോ എല്ലാവർക്കും അമ്മക്കുട്ടി തുമ്പി വ്ളോഗിലോട്ട് സ്വാഗതം. അത് നമ്മുടെ അമ്മക്കുട്ടിയുടെ 7th ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ അച്ഛൻ്റെ ചാർത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ വളരെ വലിയൊരു പരിപാടി തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിതാ ദിവസം പർച്ചേസിന് വേണ്ടി പെട്ടെന്ന് 2 ദിവസത്തെ ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മൾ വേഗം പർച്ചേസ് ചെയ്തു. അമ്മക്കുട്ടിയുടെ ബർത്ത്ഡേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി, ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി, സ്കൂളിലേക്ക് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ പെട്ടെന്നായിരുന്നു, ഒരു ദിവസം കൊണ്ടുള്ള തീരുമാനമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുക രാവിലെ അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേ ദിവസം രാവിലെ അമ്മുക്കുട്ടിക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മുക്കുട്ടിക്ക് വിഷമമായി കേട്ടോ. കാരണം പർച്ചേസ് ചെയ്യുമ്പോൾ ഞാനിതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മുക്കുട്ടി അമർത്തി നോക്കുക കേട്ടോ അതിലെന്താണ് സംഭവം. നമ്മൾ കുറേ നാളായി എന്നോട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു മൂന്ന് ജോഡി 2 പേർക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള എന്താണ് അവൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവൾ നോക്കണം. പക്ഷേ ഈ ഒരു സംഭവം മേക്കപ്പ് സെറ്റാണ്. അപ്പോൾ സത്യം പറയാലോ അവൾക്കത് മനസ്സിലായില്ല. അവളത് ഫുൾ അങ്ങനെ ഓപ്പണൊന്നും ചെയ്തില്ല. അതങ്ങനെ വിട്ടു. അവൾ പറയുക ലാസ്റ്റ് ഇത് സോപ്പാണ് വിചാരിച്ചിരുന്നു. അപ്പോൾ ലാസ്റ്റ് അവൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. ആ ചില്ല് പോലെ കണ്ടപ്പോൾ അവൾ വിചാരിച്ചു സോപ്പിൻ്റെ ബോക്സാണെന്ന്. മാല കണ്ടപ്പോൾ അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, വൈറ്റ് കളർ. അപ്പോൾ നമ്മൾ വാങ്ങിയതായിരുന്നു അമ്മുക്കുട്ടിയുടെ വക. തുമ്പിക്കുട്ടി അമ്മ ചേച്ചിക്ക് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞ് പാവക്കുട്ടി പിന്നെ ഒരു മാല, വള, ക്യൂട്ടസ്, പിന്നെ മാച്ചിനുള്ള സ്ലൈഡ്, ഇതാണ് നമ്മുടെ മേക്കപ്പ് സെറ്റ്. അമ്മുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നേരം അതും പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ലിപ്സ്റ്റിക്ക് കുറേ ഉണ്ട്, ഐ ഷാഡ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അമ്മുക്കുട്ടിക്ക് വളരെ സന്തോഷമായിട്ട് അത് കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് നമ്മുടെ ഡെക്കറേഷനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് രാവിലെ ആയിരുന്നു തീരുമാനം. അപ്പോൾ ചെറിയ രീതിയിൽ കേട്ടോ. അപ്പോൾ അമ്മുക്കുട്ടിയുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. മോൾ ഒരുപാട് ദൂരം നിന്നാണ് വരുന്നത്. പാവം വയ്യെങ്കിലും അവൾ വന്ന് അമ്മുക്കുട്ടി ഗിഫ്റ്റൊക്കെ കൊടുത്തോട്ടെ തീർത്ഥക്കുട്ടി. അങ്ങനെ ഇരിക്കുക നമ്മൾ വൈകിട്ടായിരുന്നു കുഞ്ഞിൻ്റെ സെലിബ്രേഷൻ ചെയ്യാൻ. നമുക്ക് അവിടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും വിളിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നായതുകൊണ്ട് 3-4-5-6 ഫ്രണ്ട്സൊക്കെ അമ്മുക്കുട്ടിയുടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 5 മണി മുതൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരാൻ വേണ്ടി തുടങ്ങി. കേക്ക് കെട്ടിയുമ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അത് കഴിയുമ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു 10-30 ആൾക്കാരോളം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും അടുത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവർ വന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. ഒരു ദിവസം കൊണ്ട് പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു, ചടപടോന്നായിരുന്നു. അപ്പോൾ അമ്മക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര വിഷമം. അച്ഛൻ്റെ ചാർത്ത ദിവസമായിരുന്നു അവളുടെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു വർഷം കഴിയണമെന്നൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാം, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനുകൾ ഓക്കെ ആയി. അങ്ങനെ നമ്മുടെ അമ്മക്കുട്ടി കേക്ക് മുറിക്കാൻ വേണ്ടി റെയിൻബോ കേക്കാണ് കേട്ടോ അമ്മക്കുട്ടി സെലക്ട് ചെയ്തത്. അമ്മക്കുട്ടിക്ക് വളരെ അധികം ഇഷ്ടമായി ഇത് കണ്ടപ്പോൾ കേട്ടോ. അമ്മക്കുട്ടി ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. കേക്ക് കഴിക്കേണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അമ്മക്കുട്ടിയെ വിഷൊക്കെ ചെയ്തു. അങ്ങനെ അമ്മക്കുട്ടി കേക്കൊക്കെ മുറിച്ച് നമ്മുടെ തുമ്പിക്കുട്ടി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ഇവിടെ നടക്കണമെന്ന് കേക്കിനെ അങ്ങനെ പിടിച്ചെടുക്കാനുള്ള ഇതുണ്ട് കേട്ടോ അമ്മക്കുട്ടിക്ക്. അപ്പോൾ അങ്ങനെ അമ്മക്കുട്ടി അച്ഛൻ്റെ വായിൽ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ അമ്മക്കുട്ടിയോട് വലത് കൈ കൊണ്ട് കൊടുക്കടാന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഈ കയ്യിൽ അത് പിടിച്ച് പിന്നെ അമ്മക്കുട്ടിക്ക് അച്ഛന് കേക്ക് കൊടുത്തു. പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് അച്ഛൻ അമ്മക്കുട്ടിക്ക് കൊടുത്തു. പിന്നെ തുമ്പിക്കുട്ടിക്ക് കൊടുത്തു. പിന്നെ അച്ഛമ്മ കൊടുത്തു കേക്ക്. പിന്നെ അമ്മക്കുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ അമ്മക്കുട്ടിൻ്റെ ഫ്രണ്ട്സിനൊക്കെ കേക്ക് കൊടുത്തു കേട്ടോ. ഞങ്ങൾ പറയാണ്ട് തന്നെ അവളെല്ലാം ചെയ്തു. അവൾക്ക് വളരെ സന്തോഷമായി, വളരെ സന്തോഷമായി. അവൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മ എന്ന് പറഞ്ഞു കേട്ടോ. അവളുടെ എല്ലാ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അത്യാവശ്യം. ഈ ഒരു വർഷം നമ്മൾ ചെയ്തില്ല, അച്ഛന് വയ്യാത്തതുകൊണ്ട് അതിന് മുന്നത്തെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ ക്ലാസ്മേറ്റും കൂടിയിട്ടാണ്. എൻ്റെ ക്ലാസ്മേറ്റുമാണ്, അമ്മക്കുട്ടിയുടെ ക്ലാസ്മേറ്റുമാണ്, അവരുടെ മോള് കുഞ്ഞ് ബേബി ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നപ്പോൾ എല്ലാവരും പരിചയമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് വളരെ സന്തോഷം അവർ വന്നതിൽ. രാവിലെ മോർണിംഗിൽ വിളിച്ചു പറഞ്ഞു. നമ്മൾ വിചാരിക്കില്ല എന്താ നേരത്തെ പറയാത്തതിന്. ഇത് അമ്മക്കുട്ടിയുടെ ഫ്രണ്ട്, എൻ്റെ സ്റ്റുഡൻറ്റും കൂടി, അവരും വന്നതിൽ വളരെ സന്തോഷം. ഇതും അതുപോലെ തന്നെ അമ്മക്കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ടാണ്. അവരും അതുപോലെ വന്നതിൽ വളരെ സന്തോഷം. അവർ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് എന്താ പറയുക ഭയങ്കര കളിയിലാണ് കേട്ടോ. അമ്മക്കുട്ടി അങ്ങോട്ട് ഓടണോ ഇങ്ങോട്ട് ഓടണോ എന്നൊന്നും കുറച്ച് പേർക്കൊന്നും വരാനൊന്നും പറ്റിയില്ല കേട്ടോ. ശരി പെട്ടെന്ന് രാവിലെ പറഞ്ഞാലും പിന്നെ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ട് അമ്മക്കുട്ടി ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കാത്തിരുന്നത് സത്യം പറഞ്ഞാൽ. കാരണം ഗിഫ്റ്റിന് വേണ്ടിയിട്ടാ. അപ്പോൾ അമ്മക്കുട്ടി നോക്കാം ഇത് ഇത്തിരി വലിയ ഗിഫ്റ്റാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കുക കേട്ടോ. എല്ലാ ഗിഫ്റ്റും
പക്ക സൂപ്പറായിരുന്നു കേട്ടോ. കുഞ്ഞു മക്കളെ കൊണ്ട് തന്നതിൽ വളരെയധികം സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ചേച്ചിമാർ, ഞാൻ ഡാൻസ് ക്ലാസ്സിൽ കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തുള്ളവർ കേട്ടോ. എല്ലാവർക്കും എത്താൻ വേണ്ടി പറ്റും. രാവിലെ വിളിച്ചിട്ട് വൈകിട്ടാണെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും എങ്ങനെ എത്തുക. അപ്പോൾ എത്താൻ പറ്റുന്നവർക്ക് വളരെ എത്തി. നമ്മൾ കുറേ പേര് വിശ്വസ് ചെയ്തു, ഒരുപാട് പേര് വിശ്വസ് ചെയ്തു കേട്ടോ. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് ബർത്ത്ഡേ വിഷസ് ചെയ്തു. ഒരു 60-60 ആൾക്കാർ വിഷസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വാട്സപ്പിൽ ഒക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. നമ്മൾ കേക്ക് സെർവ് ചെയ്യണം അമ്മക്കുട്ടി എല്ലാവർക്കും. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 10-15 ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നൈറ്റോടെയൊക്കെ ആൾക്കാരിങ്ങനെ കുറച്ച് പേരൊക്കെ, എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ്റെ ചാർത്തം കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ പറഞ്ഞിട്ട് എത്തുന്ന ഒരു കേസല്ലേ. അപ്പോൾ കുറച്ച് അമ്മക്കുട്ടി മെയിനായിട്ട് അമ്മക്കുട്ടി ഫ്രണ്ട്സിനെ വിളിക്കണം എന്നായിരുന്നു. അപ്പോൾ അമ്മക്കുട്ടി അതുപോലെ ചെയ്തോടെ തുമ്പിക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പിന്നെ ചോക്ലേറ്റൊക്കെ സെർവ് ചെയ്യണം അമ്മക്കുട്ടി. അപ്പോൾ അങ്ങനെ ഇരിക്കെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചോക്ലേറ്റൊക്കെ കൊടുത്തു. എല്ലാവർക്കും സന്തോഷമായി. പിന്നെ ഞാനിങ്ങനെ അത് കട്ട് ചെയ്യുകയാണ് കേട്ടോ. തുമ്പിക്കുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. സൂപ്പർ കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറയാം, അതും രാവിലെയാണ് പറഞ്ഞത് കേട്ടോ. ചേച്ചിമാരൊക്കെ ആയിട്ടുള്ള ഫോട്ടോ എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെയുള്ള പിന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ എന്താ പറയുക, എന്താണ് എടുക്കേണ്ടത് 7 മണിക്ക് തീരുമാനിച്ചിട്ട്. അപ്പോൾ കപ്പ ഉണ്ടായിരുന്നു, പൊറോട്ട വാങ്ങിയിട്ട് വന്നത്. കപ്പ നമ്മൾ വെച്ചു, മീൻകറി വെച്ചു, ചിക്കൻ വെച്ചു, പായസം നമ്മൾ വെച്ചു. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്തായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് തുമ്പിക്കുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ടെഡ്ഡി ബിയേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. ഇത് അമ്മക്കുട്ടി ഇന്ന് രാവിലെ സ്കൂളിലേക്ക് ചോക്ലേറ്റ് കൊടുക്കുന്ന അമ്മക്കുട്ടിയുടെ വേറൊരു ഡ്രസ്സാണിത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ.